ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ബൈബിറ്റ് റിലീസ് ചെയ്ത കോയിൻ സ്വീപ്പർ എന്ന് പറയുന്ന എയർ ഡ്രോപ്പ് ഫാമിംഗ് ഗെയിമാണ്. അപ്പോൾ ഈ ഒരു ഗെയിം കുറച്ച് ട്രിക്കിയാണ്, ഭയങ്കര പാടാണ് കളിക്കാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കാണാൻ നോക്കുക. ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമേ എങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടത് എന്ന കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പലർക്കും മനസ്സിലാവില്ല എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ അത്രയും ട്രിക്കിയാണ്, അത്രയും പാടാണ് കളിക്കാനും. ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് കറക്റ്റ് കളിക്കേണ്ടത് എന്ന കാര്യം കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ ഈ വീഡിയോക്ക് 2K ലൈക്സ് ആവുകയാണെങ്കിൽ ഞാൻ ലൈവ് സ്ട്രീം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ പബ്ലിഷ് ചെയ്ത് ഒരു ദിവസത്തിനുള്ളിൽ 2K ലൈക്സ് ആവണമെങ്കിൽ മാത്രമേ ലൈവ് വരുള്ളൂ. അപ്പോൾ മനസ്സിലാവാത്തവർ എന്ത് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്ത് 2K ലൈക്സ് ആക്കാൻ നോക്കുക. അപ്പോൾ ഗെയിം എങ്ങനെ കളിക്കാമെന്ന് അവസാനം നോക്കാം. അതിന് മുമ്പ് തന്നെ ബാക്കിയുള്ള സെക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാം. ആദ്യം തന്നെ വരുന്ന സ്വീപ്പാണ്. ഇവിടെ നമ്മൾ ഗെയിം കളിക്കേണ്ടത്. രണ്ടാമത്തെ പറഞ്ഞാൽ ലീഡേഴ്സാണ്, ലീഡർ ബോർഡാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബാഗാണ്. ബാഗിലേക്ക് വന്നു കഴിഞ്ഞാൽ മാൻഡിൽ ബിറ്റ്സ് എന്ന് പറയുന്ന ഒരു കോയിന് നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മാൻഡിൽ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി എല്ലാവർക്കും കിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഗെയിം കളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ലക്കി യൂസറിന് റാൻഡം ആയിട്ടാണ് കിട്ടുക. നെക്സ്റ്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ടാസ്ക്കാണ്. ടാസ്കിൽ ആദ്യമുള്ളത് എന്താണ്, ബൈബിറ്റ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബൈബിറ്റ് അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കോയിൻ സ്വീപ്പ് കളിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ അവൈലബിൾ അല്ല ബൈബിറ്റ്. ഇത്രയും കാലം അവൈലബിൾ അല്ലായിരുന്നു എങ്കിൽ കൂടി പുതിയ അക്കൗണ്ട്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് പുതിയ അക്കൗണ്ട്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, KYC ഒന്നും അപ്രൂവ്ഡ് ആവില്ല. അതുകൊണ്ട് തന്നെ പുതിയ യൂസേഴ്സിനൊന്നും ഈ ഒരു കോയിൻ സ്വീപ്പ് കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെ ബൈബിറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ ബൈബിറ്റ് ഉള്ളവർ എന്ത് ചെയ്യുക, കണക്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ UID ചോദിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ബൈബിറ്റ് ഓപ്പൺ ചെയ്യണം. ബൈബിറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലേക്കും കാണാം. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ UID കാണാൻ പറ്റും. ഈ UID എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. നമ്മൾ കോപ്പി ചെയ്ത UID ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതെന്ന് പറഞ്ഞാൽ ഇവരുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലെല്ലാം ജോയിൻ ചെയ്യാനാണ്. ഈ ഒരു 3 ചാനലുകളിലും ജോയിൻ ചെയ്യുക. 3 ചാനലും ജോയിൻ ചെയ്തതിന് ശേഷം ഇവരുടെ ഡിസ്കോഡ് സെർവറും കൂടെ ജോയിൻ ചെയ്യണം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാ ചാനലുകളും ജോയിൻ ചെയ്തതിന് ശേഷം ചെക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്ന ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. നമ്മളവിടെ പറഞ്ഞ എല്ലാ ടാസ്കുകളും കറക്റ്റായിട്ട് തന്നെ ചെയ്തു എന്നുണ്ടെങ്കിൽ 6000 കോയിൻസ് ഇതുപോലെ കിട്ടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് ആണ്. ഓക്കെ, ഇൻവൈറ്റ് പേജിലേക്ക് പോവാം. നമ്മൾ നോർമലി ഫാം ചെയ്യുന്ന എയർ ഡ്രോപ്പുകൾ പോലെ അല്ല ഈ കോയിൻ സ്വീപ്പർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ റെഫറൽസിൻ്റെ ലിമിറ്റ് ഉണ്ട്. ഓക്കെ, എത്ര ആൾക്കാരെ റെഫർ ചെയ്താലും റെഫർ ചെയ്യുന്ന ആൾക്ക് ആകെ കിട്ടുന്ന 20,000 കോയിൻസ് മാത്രമാണ്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എയർ ഡ്രോപ്പ് ആയിട്ട് ഈ ഒരു എയർ ഡ്രോപ്പ് മാറില്ല എന്ന കാര്യം മനസ്സിലാക്കുക. മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് ഇൻവൈറ്റ് ചെയ്യാനും പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ KYC ചെയ്യേണ്ടി വരും. നിർബന്ധമായിട്ടും KYC ചെയ്ത് എക്സ്ചേഞ്ച് അക്കൗണ്ട് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ എയർ ഡ്രോപ്പിന് എലിജിബിൾ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസറിനും ഈ ഒരു എയർ ഡ്രോപ്പ് മുഴുവനായിട്ടും അലോക്കേഷൻ കൊണ്ടുപോകാൻ പറ്റില്ല. ഫെയർ ആയിട്ടുള്ള നല്ലൊരു അലോക്കേഷൻ തന്നെ കൊടുക്കാൻ പറ്റും. ഒരിക്കലും റെഫർ ചെയ്യുന്നവർക്ക് മാത്രമുള്ള എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു എയർ ഡ്രോപ്പ് ആയിട്ട് മാറില്ല. ആ ഒരു സിസ്റ്റം ആദ്യമായിട്ട് കൊണ്ടുവന്ന ബിനാൻസിന്റെ മൂൺബിക്സ് എന്ന് പറയുന്ന എയർ ഡ്രോപ്പ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ അത് ബൈബിറ്റും അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് ഇനി എല്ലാ എയർ ഡ്രോപ്പുകളിലും ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ ടെലഗ്രാം ബേസ്ഡ് എയർ ഡ്രോപ്സിലും വരാൻ പോകുന്നത്. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൽസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് റെഫർ ചെയ്യുന്ന ആൾക്ക് നല്ല റിവാർഡ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നോർമൽ യൂസറിന് കിട്ടേണ്ട റിവാർഡ്സ് ആണ് ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സിന് പോകുന്നത്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന് നല്ല എയർ ഡ്രോപ്പ് കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും കൊടുക്കണം. കാരണം അവർ വീഡിയോ ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുന്നതിനൊക്കെ എഫേർട്ട് ഇടുന്നതാണ്. അതിനുള്ള റിവാർഡ് ഇവർ കൊടുക്കുന്നുണ്ട്. കാരണം 20,000 കോയിൻസ് വെറുതെ കിട്ടും. നമ്മൾ ഓരോ ഗെയിം കളിച്ചാലും 200-300 കോയിൻസ് ഒക്കെയാണ് കിട്ടുക. അപ്പോൾ 20,000 കോയിൻസ് എന്തായാലും കൊടുക്കുന്നുണ്ട്. പക്ഷേ മില്യൺസും അതുപോലെ തന്നെ 10 മില്യൺ 20 മില്യൺ ഒന്നും ഒരിക്കലും കൊടുക്കാനും പറ്റില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഒന്നും കിട്ടിയില്ല എന്നും പറയാൻ പറ്റില്ല. എന്നാൽ നോർമൽ യൂസേഴ്സിന്റെ അലോക്കേഷൻ പോവുകയില്ല. അത് തന്നെയാണ് മൂൺബിക്സും ചെയ്തത്, അതുപോലെ തന്നെയാണ് കോയിൻ സ്വീപ്പും ചെയ്തത്. ഇനി വരുന്ന എല്ലാ ടെലഗ്രാം ബോട്ടുകളും ടെലഗ്രാം മിനി ആപ്പുകളും ഈ സിസ്റ്റം ഫോളോ ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. കാരണം അങ്ങനെ മാത്രമേ കമ്മ്യൂണിറ്റീനെ വെറുപ്പിക്കാതെ ഒരു അലോക്കേഷൻ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് വരുന്ന പ്രൊജക്റ്റുകളും ഇത് തന്നെ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ആകുമ്പോൾ ഒരിക്കലും നിങ്ങൾ ആരും പറ്റിക്കില്ല. അതുപോലെ തന്നെ ബിഗിനേഴ്സിനെ മുതലാക്കിക്കൊണ്ട് പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരും ഈ ഒരു ഫീൽഡിൽ നിന്ന് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറേ വേസ്റ്റുകൾ നമ്മളെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. ഈ പ്രോജക്റ്റിൽ കൂടുതൽ ഫാം ചെയ്യുന്ന ആരാണോ, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആരാണോ, അവർക്കാണ് നല്ല ലൊക്കേഷൻ കിട്ടുക. അല്ലാതെ കൂടുതൽ റെഫറൽ ഉണ്ടോ, ഇത്ര ആൾക്കാർ റെഫർ ചെയ്തു എന്ന് നോക്കിയിട്ടല്ല എന്ന കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ യൂസേഴ്സിന് ഫെയർ ആയിട്ടുള്ള എയർ ഡ്രോപ്പ് ഉറപ്പായിട്ടും ഇനി വരുന്ന പ്രൊജക്റ്റുകളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി നമ്മൾ അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ ഗെയിം കളിക്കാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു ടൈം കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബോംബ് 9 ബോംബാണുള്ളത്. ഓക്കെ, നമുക്കിവിടെ ഇത്രയും ബോക്സുകൾ കാണാം. ഈ ബോക്സുകളിൽ 9 ബോംബ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ 9 ബോംബുകളും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, 9 ബോംബ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കളി കഴിഞ്ഞു, നമുക്ക് പോയിന്റ്സ് കൂടും. ഓക്കെ, ഇവിടെ ടൈമർ കാണാൻ പറ്റും. ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തു എന്നറിയാനുള്ള ഒരു മെക്കാനിസം മാത്രമാണ്. അതുപോലെ തന്നെ ബോംബിൻ്റെ ഐക്കൺ കാണാം, ഫ്ലാഗും കാണാം. അപ്പോൾ ഈ ഫ്ലാഗ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുകയാണ് ഇപ്പോൾ ഒരു പെട്ടിയിൽ ബോംബുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബോക്സ് ഫ്ലാഗ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പിന്നെ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല ഇതിൽ ബോംബ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും.
ഓക്കെ, അതുപോലെ നമുക്ക് 9 ബോംബ് ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ ടാസ്ക്. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബോംബിലേക്ക് ഇടുക, അതിനുശേഷം എവിടെയെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യുക, എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കോയിൻസ് റിവീൽ ആവും. അതിനുശേഷം എന്ത് ചെയ്യുക, അതിന് കുറച്ച് വിട്ടിട്ട് അതിനൊരു 2 റോ വിട്ടിട്ട് ഒന്നും കൂടെ എവിടെയെങ്കിലും ടാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഗെയിം കളിക്കുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതും മനസ്സിലാവുന്നില്ല, ഗെയിം കളിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ടാർഗറ്റ് 2K ലൈക്സ് ആക്കുക. ഈ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്ത് ഒരു ദിവസത്തിനുള്ളിൽ 2K ലൈക്സ് ആക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ലൈവ് സ്ട്രീമിൽ വന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നവരെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ്, ലൈവിൽ കളിച്ച് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ടാപ്പ് ചെയ്തപ്പോൾ കുറേ ഏരിയ റിവീൽ ആയിട്ടുണ്ട്, കുറച്ച് കോയിൻസ് വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 1ഉം 2ഉം ഒക്കെ കാണാൻ പറ്റും. ഇങ്ങനെ 3ഉം 4ഉം ഒക്കെ വരും നമ്പേഴ്സ്. അപ്പോൾ ഈ 1ഉം 2ൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 1 എന്ന് എഴുതിയ കോയിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് കോർണർ ചെയ്യുന്ന ഏതോ ഒരു ബോക്സിൽ ഒരെണ്ണത്തിൽ ബോംബുണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ആണെങ്കിലോ, ഈ 2ഉമായിട്ട് കോർണർ ചെയ്യുന്ന, എന്താണ് ഈ കോർണർ എന്ന് പറഞ്ഞാൽ ഈ കോയിനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ബോക്സ്. ഓക്കെ, അപ്പോൾ ഈ കോയിനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരേ ഒരു ബോക്സേ ഉള്ളൂ, അതാണിത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കാർഡ്ബോർഡ്. ഓക്കെ, അപ്പോൾ ഇത് ബോംബാണെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം ഇവിടെ കൊടുത്ത എന്താണ്, 1 എന്ന കോയിനാണ്. ഈ 1 എന്ന കോയിൻ അർത്ഥമാക്കുന്ന എന്താണ്, ഈ കോയിനുമായിട്ട് ക്രോസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത റോയിലുള്ള ഏതോ ഒരു ബോക്സിൽ ബോംബുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 1 എന്ന നമ്പറിൻ്റെ അടുത്ത് ഒരേ ഒരു ബോക്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ഉറപ്പാണ് അത് ബോംബാണ് എന്ന കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കുക, 1 എന്ന നമ്പറിൻ്റെ അർത്ഥം ആ കോയിൻ്റെ അടുത്തുള്ള ഏതോ ഒരു ബോക്സിൽ ബോംബുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ 2 ആണെങ്കിൽ എന്താ ഓർക്കേണ്ടത്, ആ 2 എന്ന് പറയുന്ന കോയിൻ്റെ അടുത്ത റോയിലും കോളത്തിലും ഒക്കെ ഉള്ള ബോക്സുകളിൽ ഏതോ 2 എണ്ണത്തിൽ ബോംബുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഈ 2ഉമായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോഴൊക്കെ തൊട്ടടുത്ത് ബോക്സുകളുള്ളത്. ഇവിടെ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ 3 ബോക്സാണല്ലോ, 1, 2, 3. ഈ 3 ബോക്സുകളിൽ ഏതോ 2 ബോക്സിൽ ബോംബുണ്ട് എന്നാണ് ഈ കോയിൻ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഗെയിം കളിച്ച് നോക്കാൻ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഈ 1 എന്ന് പറയുന്ന നമ്പറിൻ്റെ അടുത്തുള്ള ഒരു ബോക്സിൽ ബോംബുണ്ട്. ആകെ ഒരു ബോക്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇത് ബോംബാണെന്ന കാര്യം കൺഫേം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫ്ലാഗിലേക്ക് ഇടുന്നു, അതിനുശേഷം ഇവിടെ ഫ്ലാഗ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഉറപ്പാണ് ഇത് ബോംബാണ് എന്നുള്ള കാര്യം. ഓക്കെ, നമുക്ക് വേറൊരു കാര്യം കൂടി ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ 2 എന്ന് പറയുന്ന നമ്പർ സൂചിപ്പിക്കുന്ന എന്താണ്, ഈ കോയിനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഏതോ 2 ബോക്സുകളിൽ ബോംബുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു ഫ്ലാഗ് ചെയ്ത് വെച്ച ബോക്സുമായിട്ട് ചേർന്നല്ലേ നിൽക്കുന്നത് ആണ്. അപ്പോൾ ഈ 2 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തായിരുന്നു, 2 ബോക്സുകളിൽ ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന 2 ബോക്സുകൾ എന്ന് വെച്ചാൽ ഈ ഫ്ലാഗ് ചെയ്തത് ഇത് ഇത്രയും പെട്ടികളിൽ ഏതോ 2 എണ്ണത്തിൽ ബോംബുണ്ടെന്നാണ്. അതിൽ ഓൾറെഡി 1 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള എങ്ങനെ കണ്ടുപിടിക്കും, ബാക്കിയുള്ള നമുക്കൊരു ഐഡിയ അല്ല എവിടെയാണ് ബോക്സ് ഉള്ളതെന്നോ എവിടെയാണ് ബോംബ് ഉള്ളതെന്നോ. അപ്പോൾ ഈ ഒരു നമ്പർ നോക്കുകയാണെങ്കിൽ ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഏതോ എണ്ണത്തിലുണ്ട് എന്ന് വെച്ചാൽ ഇതും ആവാം. അപ്പോൾ ഇതെല്ലാം ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് വെച്ചാൽ കറക്റ്റ് തൊട്ടടുത്തുള്ളതാണ്. അപ്പോൾ ഈ തൊട്ടടുത്തുള്ള ഏതോ ഒരെണ്ണത്തിലാണ് ബോംബ്, ഏതാ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ബോംബിലേക്ക് ഇടുന്നു. ഏതെങ്കിലും ഒരു കോർണറിൽ പോയിട്ടൊന്ന് നിൽക്കുക എന്ന് വെച്ചാൽ ഈ ഒരു തൊട്ടടുത്തുള്ള റോ അല്ലാതെ അതിന് തൊട്ടപ്പുറത്തുള്ള റോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റോയിലുള്ള ഒന്നും തൊടരുത്, ഈ ഒരു റോയിലുള്ള ഏത് വേണമെങ്കിലും തൊടാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിന് തൊട്ടടുത്തുള്ള ഏതോ ഒരു റോയിലാണ് ബോംബുണ്ടെന്ന് ഈ കോയിൻസ് സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ആ റോ കഴിഞ്ഞിട്ട് അടുത്ത റോ നമുക്ക് എവിടെ വേണമെങ്കിലും ടാപ്പ് ചെയ്യാം. ഇത്രയും റോ ഒഴിഞ്ഞടക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടാപ്പും കൂടി ചെയ്യാണ്. ഓക്കെ, ഈ ഒരു കോയിൻ സൂചിപ്പിക്കുന്നത് എന്താ, അതിനടുത്തുള്ള ഏതോ ഒരു ബോക്സിൽ ബോംബുണ്ട്. അപ്പോൾ ഇതും ആവാം. അപ്പോൾ ഈ 5 ബോക്സുകളിൽ ഏതോ ഒരെണ്ണത്തിൽ ബോംബുണ്ടെന്നാണ് ഈ ഒരു കോയിനും പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്നും ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല എവിടെയാണ് ബോംബുള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റോ വിട്ടിട്ട് ഒന്നും കൂടെ ടാപ്പ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു റോ നോക്കുമ്പോൾ ഇതിലേതിലും ഒന്ന് ബോംബുണ്ട്, ഇത് നോക്കുമ്പോൾ ഇതിലൊക്കെ ബോംബുണ്ട്. അപ്പോൾ ഇവിടെ ബോംബുണ്ടാവാൻ സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും കൂടെ ടാപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു റോ മൊത്തം പോയി, അതിൻ്റെ അർത്ഥം അവിടെ ഒന്നും ബോംബില്ല. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ക്ലിയർ വിഷൻ കിട്ടിയിട്ടുണ്ട് എവിടെയാണ് ബോംബുള്ളത് എന്ന കാര്യം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ 1 കോയിൻ ഇവിടെ കിടക്കുന്നുണ്ട്. ആ നമ്പർ 1 കോയിൻ അർത്ഥമാക്കുന്നത് എന്താണ്, ആ കോയിനുമായിട്ട് ക്രോസ് വരുന്ന ഏതോ ഒരു ബോക്സിൽ ബോംബുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒന്നും ബോക്സ് ഇല്ല, ഇവിടെ മാത്രമാണ് ഒരു ബോക്സ്, തൊട്ടടുത്ത് വരുന്ന ബോക്സ് ഇതാണ്. അപ്പോൾ ഇതിലെന്തുണ്ട്, ബോംബുണ്ട് ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഫ്ലാഗ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളത് ഫ്ലാഗ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി ഉറപ്പായി, എന്താണ്, ഈ ഒരു കോയിനും ഒക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്, അതിൻ്റെ തൊട്ടടുത്ത് ഏതോ ഒരെണ്ണത്തിൽ ബോംബുണ്ട്, അതാണിത്. ഇതിന് തൊട്ടടുത്ത് ഇതിൻ്റെ ഈ കോയിൻ്റെ തൊട്ടടുത്ത് ഈ കോയിൻ്റെ തൊട്ടടുത്ത് ഇത്. അപ്പോൾ വേറൊരു അർത്ഥം കൂടി ഉണ്ട്, ഈ കോയിന് തൊട്ടടുത്ത് വേറെ ഒന്നിലും ബോംബ് ഉണ്ടാവില്ല. കാരണം ഈ കോയിൻ സൂചിപ്പിക്കുന്നത് അതിന് തൊട്ടടുത്ത് വരുന്ന എല്ലാ ബോക്സുകളിലും ഒരെണ്ണത്തിൽ മാത്രമേ ബോംബുള്ളൂ. അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോയിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഏതാണിത്, ഇതിൽ ബോംബുണ്ട്. അപ്പോൾ ഇതിലൊന്നും ബോംബില്ല, അതാണ് ഈ കോയിൻ പറയുന്നത്. ഇതിൽ ബോംബ് ഉണ്ട് എന്നും ഈ കോയിൻ പറയുന്നുണ്ട്, ബാക്കിയുള്ള ഈ 2 എണ്ണത്തിലും ഇല്ല. അതിൻ്റെ കാരണം എന്താണ്, ഈ 1 എന്ന നമ്പറിന് അർത്ഥം അതുമായിട്ട് ചേർന്ന് വരുന്ന ഒരെണ്ണത്തിൽ മാത്രമേ ബോംബുള്ളൂ. അത് നമ്മൾ കണ്ടുപിടിച്ചു. ബാക്കി 2 എണ്ണതാ ഇതിന് ചേർന്നിട്ടാണ്. അപ്പോൾ ഈ 2 എണ്ണത്തിൽ ബോംബുണ്ടോ, ഇല്ല. അപ്പോൾ ഇത് 2ഉം ടാപ്പ് ചെയ്തു, അത് 2ഉം ബോംബല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. ഓക്കെ,
വേറെ കാര്യങ്ങളുണ്ട്. എന്താണ് ഈ നമ്പർ 1 എന്ന് പറയുന്ന കോയിൻ സൂചിപ്പിക്കുന്ന എന്താണ്? ഈ കോയിനുമായിട്ട് ചേർന്ന് വരുന്ന ഒരു പെട്ടിയിൽ ഒരു ബോക്സിൽ മാത്രമേ ബോംബുള്ളൂ. അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഇവിടെയാണ് ബോംബ്. അപ്പോൾ ഈ ഒരു പെട്ടി, ഈ ഒരു പെട്ടി, ഈ ഒരു പെട്ടി എല്ലാം ഈ ഒരു കോയിന് ചേർന്ന് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 ബോംബില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിക്കൂടെ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിളിന് ഈ ഒരു കോയിൻ എടുക്കാം. ഓക്കെ, ഈ ഒരു കോയിൻ, ഈ നമ്പർ 1 എന്ന് പറയുന്ന കോയിൻ സൂചിപ്പിക്കുന്ന എന്താണ്? ഇതുമായിട്ട് ചേർന്ന് വരുന്ന ഒരു ബോക്സിൽ മാത്രമേ ബോംബുള്ളൂ. ഓക്കെ, ഇതുമായിട്ട് ചേർന്ന് വരുന്ന ബോക്സ് ഇതാ ഇവിടെ നമ്മൾ ഫ്ലാഗ് ചെയ്ത് വെച്ചു, ഇത് ബോംബാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതുമായിട്ട് ചേർന്ന് വരുന്ന വേറൊരു ബോക്സിലും ബോംബില്ല. ഓക്കെ, 1, 2, 3 ഈ 3 ബോക്സിലും ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ചേർന്നിട്ടാണ്, ഇത് ചേർന്നിട്ടാണ്, ഇത് ചേർന്നിട്ടാണ്. അപ്പോൾ ഈ 3 ബോക്സിലും എന്തില്ല? ബോംബില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 3 ബോക്സും ടാപ്പ് ചെയ്തു. അപ്പോൾ 3 ബോംബില്ലല്ലോ, ഇല്ല. അതുപോലെ തന്നെയാണ് ഈ കോയിനുമായിട്ട് ചേർന്നിട്ടുള്ള ഒരെണ്ണത്തിൽ മാത്രമേ ബോംബുള്ളൂ എന്നാണ് ഈ നമ്പർ 1 എന്ന് പറയുന്ന കോയിൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതുമായിട്ട് ചേർന്ന് വരുന്ന ബോക്സ് ഏതാണിത്? ഇതിൽ ബോംബുണ്ടോ? ഇല്ല. നമ്മളൊന്നും ടാപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഗെയിം കളിച്ചു പോകേണ്ടത്. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള കാര്യം കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ എന്ന് എനിക്ക് അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്ത് പോകാനാണ്. അപ്പോൾ നമ്മൾ ബാക്കി നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടത്? ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോയിനോടെ കാണാം നമ്പർ 1 കോയിൻ. ഓക്കെ, 1 കോയിൻ സൂചിപ്പിക്കുന്ന എന്താണ്? അതുമായിട്ട് ചേർന്ന് വരുന്ന ഏതോ ഒരു ബോക്സിൽ മാത്രം ബോംബുണ്ട്. ഇതുമായിട്ട് ചേർന്ന് ഇനി ഒരു ബോക്സ് മാത്രമേ ബാക്കിയുള്ളൂ, അതാണിത്. അപ്പോൾ ഇത് ബോംബാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഫ്ലാഗിലേക്ക് ഇടുന്നു, ഫ്ലാഗ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ അതും ബോംബാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ 2 എന്ന് പറയുന്ന കോയിൻ കാണാൻ പറ്റും. ഈ 2 എന്ന് പറയുന്ന കോയിൻ സൂചിപ്പിക്കുന്ന എന്താണ്? ഇതുമായിട്ട് ഈ കോയിനുമായിട്ട് ചേർന്ന് വരുന്ന ബോക്സുകളിൽ 2 ബോംബുണ്ട്. ഓക്കെ, അതാണ് ഈ നമ്പർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 2 ഒരെണ്ണം നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഒരു ബോക്സും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു ബോക്സും കൂടെ ഇനി ബാക്കിയുള്ളൂ, അതാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വേറെ ഏതെങ്കിലും ബോക്സ് ഉണ്ടോ ഇതിനോട് ചേർന്നിട്ട്? ഇല്ല. കാരണം നോക്കുക, ഈ 2മായിട്ട് ഈ 1, 1, 1, 1, 3 ഈ ബോക്സ്, ഫ്ലാഗ് ഈ 1, ഇത്രയും ആണ് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കോയിൻസ്. കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ മാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ. ഇത്രയുമാണ് ഈ 2 എന്ന് പറയുന്ന കോയിനോട് ചേർന്ന് നിൽക്കുന്ന കോയിൻസ് അല്ലെങ്കിൽ ബോക്സുകൾ. അപ്പോൾ ഇതിൽ 2 ബോംബുണ്ട് എന്നാണ് ഈ 2 എന്ന് പറയുന്ന നമ്പർ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ആ 2 കണ്ടുപിടിക്കണം. ഒന്ന് ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചു, ഇനി ആകെ ഒരു ബോക്സേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതും ബോംബാണ്, കൺഫേംഡ് ആണ്. അപ്പോൾ ഫ്ലാഗിലേക്ക് ഇടുന്നു, അതിനുശേഷം എന്ത് ചെയ്തു? ഫ്ലാഗ് ചെയ്ത് വെച്ചു. അപ്പോൾ ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ബാക്കിയുള്ള റോലുള്ള കോയിനൊക്കെ റിവീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ? ഈ 2 എന്ന് പറയുന്ന കോയിൻ്റെ അർത്ഥം എന്താണ്? ഇതുമായിട്ട് ചേർന്ന് വരുന്ന 2 ബോക്സിൽ മാത്രമേ ബോംബുള്ളൂ എന്ന് വെച്ചാൽ ഇത് ഓക്കെ, ഇങ്ങനെയൊക്കെ ചേർന്ന് പോകും. സൈഡ് നേരെ, ബാക്കിലേക്ക്, സൈഡിലേക്ക് ഒക്കെ ചേർന്ന് നമ്മൾ നോക്കും. ഓക്കെ, ഇങ്ങനെ റൗണ്ടാക്കി നോക്കും. അപ്പോൾ ഇതെല്ലാം ചേർന്ന് വരുന്നതിൽ ആകെ 2 മാത്രമേ ബോംബുള്ളൂ. അതായതൊക്കെയാണ്? ഇതൊരെണ്ണം ബോംബ്, ഇതൊരെണ്ണം ബോംബ്. അപ്പോൾ ഇതിലൊരിക്കലും ബോംബ് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഓൾറെഡി ഈ 2മായിട്ട് ചേർന്ന് വരുന്ന 2 ബോംബും കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതെന്താണ്? കോയിനാണ്, ബോംബല്ല. നമ്മളത് ടാപ്പ് ചെയ്തു, 3 എന്ന നമ്പർ വന്നു. 3ന്റെ അർത്ഥം എന്താണ്? ആ നമ്പറുമായിട്ട് ചേർന്ന് വരുന്ന 3 ബോക്സുകളിൽ ബോംബുണ്ട്. അപ്പോൾ അതിലെ 2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇതാ ഇവിടെ ഒരു ബോംബുണ്ട്, ഇവിടെ ഒരു ബോംബുണ്ട്. ഈ 3മായിട്ട് ചേർന്ന് വരുന്ന ഇവിടെ ഒരു ബോംബുണ്ട്, ഇവിടെ ചേർന്ന് വരുന്ന ഇവിടെ ഒരു ബോംബുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി ഇനി കണ്ടുപിടിക്കാനുള്ളൂ. അപ്പോൾ ഈ 3 ബോക്സുകൾ ബാക്കിയുണ്ട്. ഈ 3 ബോക്സുകളിൽ ഏതിലെങ്കിലും ഒന്നിലായിരിക്കും ബോംബ് ഉണ്ടാവുക. അത് കൺഫേംഡ് ആണ്. അപ്പോൾ നമുക്ക് ഏതാണെന്ന് അറിയില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോവുക. ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ച് വരുമ്പോൾ ഇവിടെ അവസാനം ഒരു കോയിൻ കിട്ടും, ഒരു ബോക്സ് കിട്ടും. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഏരിയ ലീവ് ചെയ്തു. അതിനുശേഷം വീണ്ടും മേലേക്ക് പോയി നോക്കുമ്പോൾ ഈ 1 എന്ന് പറയുന്ന കോയിൻ സൂചിപ്പിക്കുന്ന എന്താണ്? ഇതുമായിട്ട് ചേർന്ന് വരുന്ന ഏതോ ഒരു ബോക്സിൽ ബോംബുണ്ട്. അപ്പോൾ ഏതാണ് ആ ബോക്സ്? ഈ ബോക്സ് മാത്രമാണ് ഇനി ബാക്കി. അപ്പോൾ ഇതും ബോംബാണ്. അപ്പോൾ ഞാനവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഏരിയയിൽ ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ബാക്കിയുള്ള ഏരിയ ഒക്കെ ജസ്റ്റ് നോക്കുക. അപ്പോൾ എനിക്കിവിടെ നോക്കിയിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ താഴേക്ക് വന്ന് നോക്കണം. താഴെ വന്നപ്പോൾ ഒരു 3 എന്ന് പറയുന്ന നമ്പർ കിടക്കുന്നുണ്ട്. 3ന്റെ അർത്ഥം എന്താണ്? ആ 3ന് ചുറ്റുവട്ടത്തുള്ള ഏതോ 3 ബോക്സുകളിലാണ് ബോംബുള്ളത്. അതിൽ ഓൾറെഡി 2 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഒന്ന് ഇവിടെ കിടക്കുന്നു, ഒന്ന് ഇവിടെ കിടക്കുന്നു. ഈ 2 ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ചേർന്നിട്ടാണ്, ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ചേർന്നിട്ടാണ്. ഇങ്ങനെ 2 നമ്മൾ കണ്ടു. ഇനി ഒരു ബോക്സും കൂടെ കണ്ടുപിടിക്കാനുള്ളൂ. അപ്പോൾ ഈ 3മായിട്ട് ചേർന്ന് കിടക്കുന്ന അടുത്ത ബോക്സ് ഏതാണ്? ഒരേ ഒരു ബോക്സ് മാത്രമേ ബാക്കിയുള്ളൂ, അതാണിത്. അപ്പോൾ ഇത് ബോംബാണ്, കൺഫേം ആയിട്ട് ബോംബ്. 3 എന്ന നമ്പർ സൂചിപ്പിക്കുന്ന എന്താണ്? അതുമായിട്ട് ചേർന്നിരിക്കുന്ന 3 ബോക്സുകളിൽ ബോംബുണ്ട്. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ 2 എന്ന് പറയുന്ന നമ്പർ കാണാൻ പറ്റും. ഈ 2 എന്ന നമ്പർ സൂചിപ്പിക്കുന്നത് എന്താണ്? അതിന് ചുറ്റുവട്ടത്തുള്ള എന്ന് വെച്ചാൽ ഇത്രയും സ്ഥലത്തെ ഈ ഒരു അടുത്ത് വരുന്ന കോയിൻസിൽ അല്ലെങ്കിൽ പെട്ടികളിൽ 2 മാത്രമാണ് ബോംബ്. ഓക്കെ, ഒന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു, അടുത്ത ഒന്ന് ഇവിടെയും കണ്ടുപിടിച്ചു. അപ്പോൾ 2 നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഒന്നിവിടെ, ഒന്നിവിടെ. കറക്റ്റായിട്ട് മനസ്സിലായല്ലോ? ഒന്ന് ഇതാ ക്രോസ് ചെയ്ത് പോകുന്നു, ഒന്ന് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഏതോ 2 ബോക്സുകളിൽ മാത്രമാണ് ബോംബുള്ളത് എന്നാണ് ഈ 2 എന്ന് പറയുന്ന നമ്പർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ കണ്ടുപിടിച്ചു, 2 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത് തൊട്ടടുത്ത് ഒരെണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ബോംബാണോ? അല്ല. കാരണം നമ്മൾ 2 എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള 2 കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോംബിലേക്ക് ഇടുന്നു, ഇത് പൊട്ടിക്കുന്നു.
അപ്പോൾ നമുക്ക് ഈ ഒരു നമ്പർ ഇവിടെ തെളിഞ്ഞു വന്നു 2 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ വീണ്ടും നമുക്ക് ഈസി ആയി. കാരണം 2 എന്ന് പറയുന്ന നമ്പർ സൂചിപ്പിക്കുന്ന എന്താണ്? അതിന് തൊട്ടടുത്തുള്ള രണ്ടെണ്ണത്തിൽ മാത്രമേ ബോംബുള്ളൂ. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു ഇത് ബോംബാണ്. ഇനി തൊട്ടടുത്തുള്ള ഏതാ? ഇതും ബോംബാണ്. അപ്പോൾ ഇത് ബോംബാവോ? ഇല്ല. കാരണം 2 എന്ന് പറയുന്ന നമ്പർ സൂചിപ്പിക്കുന്നത് രണ്ടിനടുത്തുള്ള രണ്ടെണ്ണം മാത്രമേ ബോംബുള്ളൂ. മൂന്നാമതൊരെണ്ണം ഉണ്ടെങ്കിൽ അത് ബോംബല്ല, കോയിൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നിവിടെ കണ്ടുപിടിച്ചു, ഒന്നിവിടെയും കണ്ടുപിടിച്ചു. അപ്പോൾ മൂന്നാമത് ഏതാണ്? ഇതാണ് ഒരു ബോക്സ് ബാക്കിയുള്ളത്. അപ്പോൾ ഇത് ബോംബല്ല, ഉറപ്പാണ് ബോംബല്ല എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോംബിലേക്ക് ഇടുന്നു, അത് പൊട്ടിക്കുന്നു. അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ വീണ്ടും അവിടെ 2 എന്ന് പറയുന്ന നമ്പർ വന്നു കഴിഞ്ഞു. ഒരെണ്ണം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഒരു ബോംബും കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിന് ചുറ്റുവട്ടത്തുള്ള രണ്ടെണ്ണം ബോംബാണെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ഏതാ? ഒരേ ഒരു ബോക്സ് ആണ്, ഇതാണ് അപ്പോൾ ബോംബ്. ഇത് നമ്മൾ ബോംബായിട്ട് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 എന്ന് പറയുന്ന നമ്പർ കാണാൻ പറ്റും. 2ന് അർത്ഥം എന്താണ്? എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു 2 എന്ന് പറയുന്ന കോയിന് ചുറ്റുവട്ടത്ത് വരുന്ന, ചുറ്റുവട്ടത്ത് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു വട്ടം, ഈ ഒരു സ്ക്വയർ വരച്ച് നോക്കുക. ഈ ഒരു സ്ക്വയറിനകത്ത് വരുന്ന 2 ബോക്സുകൾ മാത്രമാണ് ബോംബ്. ഓക്കെ, ഓൾറെഡി നമ്മൾ 2 കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഒരെണ്ണതാ ഇവിടെ, ഒരെണ്ണതാ ഇവിടെ. തൊട്ടടുത്തുള്ള 2 എണ്ണം ബോംബാണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി മൂന്നാമത് ഒരെണ്ണം ബോംബാവില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ 2 സൂചിപ്പിക്കുന്നത് 2ന് തൊട്ടടുത്തുള്ള 2 എണ്ണം മാത്രമേ ബോംബാവൂ എന്നാണ്. അതാണ് ഈ നമ്പർ. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക ആദ്യം. അതാണ് ഏറ്റവും ബേസിക്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളൊരു ബോക്സ് തൊട്ടടുത്തുണ്ട്. ഇതൊരിക്കലും ബോംബാവില്ല. അതിന് കാരണം എന്താ? 2 എന്ന് പറയുന്ന നമ്പർ സൂചിപ്പിക്കുന്നത് 2 എണ്ണം മാത്രമേ ബോംബാവൂ എന്നുള്ള കാര്യങ്ങളാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത് പിന്നെ മനസ്സിലാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ 2 ഒന്നുകളും സൂചിപ്പിക്കുന്നത് എന്താണ്? ഇതിന് തൊട്ടടുത്തുള്ള ഏതോ ഒരെണ്ണം മാത്രമാണ് ബോംബ്. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചില്ലേ? ഇവിടെ ഒരെണ്ണം കിടക്കുന്നു, തൊട്ടടുത്തുള്ളത് ഇതാണ് ബോംബ്. ഇതിൻ്റെയും തൊട്ടടുത്ത് ഇവിടെ കിടക്കുന്നുണ്ട്, നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു, ഇത് ബോംബാണ്. അപ്പോൾ ഈ 2 കോയിൻ്റെയും തൊട്ടടുത്തുള്ള ഒരെണ്ണം പോലും ബോംബല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ബോംബാണോ? നിങ്ങളുടെ ഉത്തരം എന്താണ്? ബോംബാണെന്നാണോ അല്ല എന്നാണോ? എൻ്റെ ഉത്തരം അല്ല എന്നാണ്. കാരണം ഈ ഒരു കോയിൻ്റെ നമ്പർ സൂചിപ്പിക്കുന്നത് ഇതിനടുത്തുള്ള ഒരെണ്ണം മാത്രമാണ് ബോംബ്. നമ്മൾ ഓൾറെഡി ഇത് കണ്ടുപിടിച്ചു. ഇനി മേലുള്ളത് ഒരിക്കലും അപ്പോൾ ബോംബാൻ പറ്റില്ല. കാരണം നമ്പറിൻ്റെ അടുത്ത് വരുന്ന ഒരെണ്ണം മാത്രമേ ബോംബുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതും പൊട്ടിക്കുന്നു. ഇനി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ബോംബ്, ഏതൊക്കെയാണ് കോയിൻസ് എന്നുള്ള കാര്യം. കാരണം ഓൾറെഡി 2 എന്ന് പറയുന്ന നമ്പർ കിടക്കുന്നുണ്ട്. 2നടുത്തുള്ള 2 എണ്ണം മാത്രമാണ് ബോംബാവുക. നമ്മൾ നോക്കുമ്പോൾ ഒരെണ്ണം കണ്ടുപിടിച്ചു, ഇനി ഒരെണ്ണം കണ്ടുപിടിക്കാൻ ബാക്കിയുണ്ട്, അതാണിത്. ഇതും അപ്പോൾ ബോംബാണ്. മാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ എന്തെങ്കിലും മനസ്സിലാക്കാണ്ടോ? ഇനി ഒരു പീസ് ഓഫ് കേക്കാണ്, ഈസിയാണ്, അത്ര ഈസിയാണ്. കാരണം നമുക്കിനി 2 ബോക്സ് മാത്രമേ തുറക്കാനുള്ളൂ. ഈ 2 ബോക്സിൽ ഏതാണ് ബോംബ് എന്നുള്ളത് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. നമ്പേഴ്സ് എല്ലാം നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ എന്ന കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, നമ്മളിവിടെ കാണുന്ന എന്താ? കുറേ ഒന്നുകളുണ്ട്, ഒരു 2 ഉണ്ട്. ഈ 2നർത്ഥം എന്താണ്? ഈ 2നടുത്ത് വരുന്ന 2 എണ്ണങ്ങൾ ബോംബാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2നടുത്ത് വരുന്ന കോയിൻസിൽ ഒരെണ്ണതാ, ഒരു ബോംബ് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ബോക്സ് തൊട്ടടുത്തതാ, ഈ ഒരു ബോക്സ് കിടക്കുന്നുണ്ടോ? ഇതും അപ്പോൾ ബോംബാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ 9 ബോംബ് കണ്ടുപിടിച്ചു. എന്നിട്ട് കളി കഴിഞ്ഞോ? ഇല്ല. അതിന് കാരണം എന്താ? ഒരു ബോക്സ് ബാക്കിയുണ്ട്, നമ്മളത് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബോംബിലേക്ക് വന്നു, പൊട്ടിച്ചു. അപ്പോൾ അതും കോയിനാണ്. അപ്പോൾ നമ്മളെല്ലാ ബോംബും കണ്ടുപിടിച്ചു കറക്റ്റായിട്ട് തന്നെ. അപ്പോൾ നമ്മളെല്ലാ ഗെയിമും കണ്ടുപിടിച്ചു. ഗെയിം കഴിഞ്ഞു. പക്ഷേ എനിക്കിവിടെ വന്നത് ടു മെനി ഗെയിംസ് ടേക്ക് സ്മോൾ ബ്രേക്ക് എന്നാണ്. കാരണം ഞാൻ ഒരേ സമയത്ത് തന്നെ ഇപ്പോൾ വരിക്ക് ഒരു 4-5 ഗെയിം കളിച്ചു. അതുകൊണ്ടാണ് എനിക്കിത് വന്നത്. അപ്പോൾ നിങ്ങളും ഒരു 2 ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം, അല്ലെങ്കിൽ ജസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞിട്ടെങ്കിലും കയറുക. അപ്പോൾ ഇതുവരെ വെച്ചിരിക്കുന്ന ചീറ്റേഴ്സിന് ഒഴിവാക്കാനാണ്. ബോട്ട് വെച്ചൊക്കെ കളിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ ബോട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഈ ഒരു മെഷർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിം കഴിയും, ഇത്ര പോയിന്റ്സ് കൂടെ കയറുകയും ചെയ്യും. എനിക്കിപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഗെയിം കഴിയുന്നത് കാണിച്ചു തരാൻ പറ്റിയില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രേക്ക് വന്നുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും 2-3 ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ബ്രേക്ക് ചെയ്തിട്ട് മാത്രം അടുത്ത ഗെയിമിലേക്ക് എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ വരിക്ക് എൻ്റർ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സംഭവം വന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിന് മുമ്പ് ഗെയിം വിൻ ചെയ്തതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കോയിൻസ് ആഡ് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ ബോംബ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ തന്നെ ഈസി ആയിട്ട് നിങ്ങളുടെ പോയിൻറ്റ്സ് കൂട്ടാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗെയിംസ് കളിച്ച് ആരാണോ പോയിൻറ്റ്സ് കൂട്ടുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് ഉണ്ടാവുകയും ഏറ്റവും കൂടുതൽ എയർ ഡ്രോപ്പ് അലോക്കേഷൻ കിട്ടുകയും ചെയ്യാം. ഇനി ഈ പ്രോജക്റ്റിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സും പുതിയ ന്യൂസുകളും ലിസ്റ്റിങ്ങിൻ്റെ അപ്ഡേറ്റ്സും എല്ലാം കിട്ടാനായിട്ട് നമ്മളുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ ജോയിൻ ചെയ്യുക. ബാക്കി ലൈക്ക്, ഷെയർ, സബ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.